അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികൾ പോലെ മനുഷ്യരും ചില ഖനികളാണ്. ജാഹിലിയ കാലത്തെ ഉന്നതന്മാർ ഇസ്ലാമിലും ഉന്നതന്മാർ തന്നെ. അവർ മതപരിജ്ഞാനം നേടിയെങ്കിൽ ആത്മാക്കൾ സജ്ജീകരിക്കപ്പെട്ട സൈനിക വ്യൂഹങ്ങളാണ്. അവയിൽ പരസ്പരം അറിയുന്നവർ ഒത്തുകൂടുകയും അറിയാത്തവർ ഭിന്നിച്ചു നിൽക്കുകയും ചെയ്യും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വളരെ അർത്ഥവത്തായ ഒരു വചനമാണിത്. മനുഷ്യൻ വെറും ഒരു കടലാസുകളല്ല, സ്വഭാവങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ആശയങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അക്ഷരഖനികളാണവർ. അവരിൽ തന്നെ ഉന്നതരും അധമന്മാരുമുണ്ടാകും. ജാഹിലിയത്തിൽ ഉന്നതന്മാരായവർ ഇസ്ലാമിലും ഉന്നതർ തന്നെയായിരിക്കും. മതപരിജ്ഞാനത്തിൻ്റെ അഭാവം മാത്രമേ ഇതിന് തടസ്സമായി നിൽക്കുകയുള്ളൂ. ഇഹലോകത്ത് നാം സ്ഥാപിക്കുന്ന ആത്മബന്ധം പരലോകത്തും അതേപടി തുടരും. ഇഹലോകത്ത് നാം സ്ഥാപിക്കുന്ന ആത്മബന്ധം പരലോകത്തും അതേപടി തുടരും. സൽവൃത്തരുമായാണ് നമ്മുടെ ആത്മബന്ധമെങ്കിൽ പരലോകത്ത് സൽവൃത്തരുടെ സമൂഹത്തിൽ നമുക്കും സ്ഥാനം ലഭിക്കും. ദുർവൃത്തരുമായിട്ടാണ് നമ്മുടെ ആത്മബന്ധമെങ്കിൽ പരലോകത്ത് സജ്ജനങ്ങളുടെ സാമീപ്യം നാം ആഗ്രഹിക്കുന്നതിനർത്ഥമില്ല. മനുഷ്യൻ ദുഷിക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കുന്നവരൊഴികെ അവൻ്റെ മതപരമോ ലൗകികമോ ആയ കാര്യങ്ങളിലേക്ക് ആളുകൾ വിരൽ ചൂണ്ടുന്ന അവസ്ഥ തന്നെ എമ്പാടും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരപൂർവ്വം ഉടുതുണി വലിച്ചിഴച്ച് നടക്കുന്നവനെ പുനരുദ്ധാന നാളിൽ അള്ളാഹു കടാക്ഷിക്കുകയില്ല. ബുഖാരി, മുസ്ലിം. ലോകനാഥനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ അടിമകൾ ഉദ്ദേശിക്കുകയില്ല. വിശ്വസ്തനും ശക്തനുമായ ജിബ്രീൽ എന്ന മലക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പിശാചിൻ്റെ വാക്കല്ല. പിശാച് തെറ്റിലേക്കാണ് ക്ഷണിക്കുക. ഖുർആനാകട്ടെ തെറ്റുകളിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ആരും സത്യമാർഗം പുണരുകയുള്ളൂ. നാം അവരുടെ സത്യനിഷേധികളുടെ അടുത്തേക്ക് മലക്കുകളെ ഇറക്കുകയും മരണമടഞ്ഞവർ അവരോട് സംസാരിക്കുകയും